നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. ADGP അജിത് കുമാറിനെതിരെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. KT ജലീൽ നടത്തിയ മതവിധി പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി PMA സലാം. ശബരിമലയിൽ ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് മന്ത്രി VN വാസവൻ. PC ചാക്കോ PV അൻവർ MLA കണ്ടത് മന്ത്രിമാറ്റത്തിൽ തടസ്സമായതായി സൂചന. ADGPക്കെതിരെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയാൽ നടപടിയുണ്ടാകും LDF കൺവീനർ. താൻ രൂപീകരിക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സാമൂഹിക കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും PV അൻവർ. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചേക്കും. വാർത്തകൾ വിശദമായി. ADGP അജിത് കുമാറിനെതിരെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ADGP അജിത് കുമാറിനെതിരെ DGPയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി. ആഭ്യന്തര സെക്രട്ടറിയാണ് റിപ്പോർട്ട് കൈമാറിയത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനും KK രാഗേഷും ക്ലിഫ് ഹൌസിലെത്തി. പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്നുണ്ട്. DGPയും ഉടൻ ക്ലിഫ് ഹൌസിലെത്തും. അതീവ ഗുരുതര കണ്ടെത്തലുകളടങ്ങിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയത്. മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ ഇന്ന് തന്നെ നടപടിയെടുക്കുമെന്നാണ് സൂചന. റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ ഗുരുതര സ്വഭാവം പരിഗണിച്ചാൽ സസ്പെൻഷനാണ് സാധ്യത ഏറെയും. നടപടിയെടുക്കുന്നതിൽ DGPയുടെ തുടർ നടപടികൾക്കുള്ള ശുപാർശയും ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയും നിർണായകമാവും. ഇന്ന് തന്നെ നടപടി സ്വീകരിച്ചാൽ CPI അടക്കമുള്ള ഘടകകക്ഷികൾ മയപ്പെടും. തിങ്കളാഴ്ചക്കകം നടപടിയെടുക്കണമെന്നാണ് CPI ഇതിനോടകം നൽകിയിരിക്കുന്ന അന്ത്യശാസനം. നാളെ നിയമസഭ വീണ്ടും സമ്മേളിക്കുന്നതിനാൽ പ്രതിപക്ഷം ഈ വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇന്ന് തന്നെ നടപടിയെടുത്താൽ പ്രതിപക്ഷത്തെ നിയമസഭയിൽ നേരിടാൻ മുഖ്യമന്ത്രിക്ക് കഴിയും. KT ജലീൽ നടത്തിയ മതവിധി പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി PMA സലാം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് CPM സഹയാത്രികൻ KT ജലീൽ നടത്തിയ മതവിധി പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ജലീലിന്റെ പ്രസ്താവന നികൃഷ്ടവും അപകടകരവുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സമുദായത്തെ മുഴുവൻ കുറ്റവാളികളായി ചിത്രീകരിക്കുകയാണ്. BJP നേതാക്കൾ പോലും പറയാത്ത കാര്യമാണ് ജലീൽ പറയുന്നത്. ഒരു സമുദായം മാത്രം സ്വർണം കടത്തുന്നുവെന്ന പ്രതീതി ഉണ്ടാക്കുന്നു. ഈ പ്രസ്താവന സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മാത്രമുള്ളതാണ്. എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടി ഒരു സമുദായത്തെ ഇരയാക്കരുത്. ഇതാണോ CPM നിലപാട് എന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. PV അൻവർ നയം വ്യക്തമാക്കിയാൽ ആ കാര്യം UDF ചർച്ച ചെയ്യും. UDF നിലപാടിനൊപ്പം ലീഗും നിൽക്കും. തമിഴ്നാട്ടിൽ CPMഉം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അൻവറിന്റെ പാർട്ടി മുസ്ലിം ലീഗിനെ ബാധിക്കില്ല. അൻവറിന്റെ പാർട്ടി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ നടക്കുന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ആരും പങ്കെടുക്കില്ല. പ്രവർത്തകർ ആരെങ്കിലും പോയാൽ എതിർക്കില്ല. മഞ്ചേരി ലീഗിന്റെ ശക്തി കേന്ദ്രമാണെന്നും PMA സലാം പറഞ്ഞു. ശബരിമലയിൽ ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് മന്ത്രി VN വാസവൻ. ശബരിമലയിൽ ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് മന്ത്രി VN വാസവൻ. ബുക്കിംഗ് നടത്താതെ തീർത്ഥാടകർ എത്തിയാൽ അത് പരിശോധിക്കുമെന്നും നിലയ്ക്കലിലും എരുമേലിയിലും കൂടുതൽ പാർക്കിംഗ് ഏർപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം അനുവദിച്ചാൽ മതിയെന്ന് സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഒരു ദിവസം പരമാവധി 80,000 പേർക്ക് ശബരിമലയിൽ ദർശന സൗകര്യമൊരുക്കും. ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാവഴി തെരഞ്ഞെടുക്കാനുമാകും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിലായിരുന്നു ഈ തീരുമാനങ്ങൾ. എന്നാൽ ADGP MR അജിത് കുമാർ ശബരിമല അവലോകന യോഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ കാരണവും മന്ത്രി വ്യക്തമാക്കി. യോഗം ക്രമസമാധാന പ്രശ്നം ചർച്ച ചെയ്യാനുള്ളതായിരുന്നില്ലെന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ ക്ഷണിക്കാതിരുന്നതെന്നും ക്രമസമാധാന വിഷയം ചർച്ച ചെയ്യുന്ന യോഗത്തിൽ ADGPയെ വിളിക്കുമെന്നും മന്ത്രി വിശദമാക്കി. മാധ്യമപ്രവർത്തകർക്ക് അക്രഡിറ്റേഷൻ നിർബന്ധമാക്കിയത് ഹൈക്കോടതിയാണ്. ബോർഡിന്റെ പ്രത്യേക പാസ് നൽകി പകരം ക്രമീകരണം ഏർപ്പെടുത്താൻ കഴിയുമെന്ന് കോടതിയെ അറിയിക്കും. എരുമേലി കുറിതൊടൽ വിവാദത്തിനു പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് കരുതുന്നില്ല. ചൂഷണം അവസാനിപ്പിക്കാനാണ് ബോർഡ് ഇടപെട്ടത് എന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. PC ചാക്കോ PV അൻവർ MLA കണ്ടത് മന്ത്രിമാറ്റത്തിൽ തടസ്സമായതായി സൂചന.
PC ചാക്കോ PV അൻവർ MLAയെ കണ്ടത് മന്ത്രിമാറ്റത്തിൽ തടസ്സമായതായി സൂചന. എന്നാൽ സംസ്ഥാന സെക്രട്ടറിയായ PV അൻവറിന്റെ സഹോദരനെ കാണാനാണ് PC ചാക്കോ പോയതെന്നാണ് PC ചാക്കോ വിഭാഗം പറയുന്നത്. NCPയിലെ മന്ത്രിമാറ്റം മുഖ്യമന്ത്രി തള്ളിയിരുന്നു. സാമ്പത്തിക ആരോപണം നേരിടുന്ന കുട്ടനാട് MLA തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന നിലപാട് മുഖ്യമന്ത്രി അംഗീകരിച്ചില്ല. മന്ത്രിമാറ്റം മുഖ്യമന്ത്രി അംഗീകരിക്കാത്തതിനാൽ കൂടുതൽ കരുത്തോടെ ചാക്കോയുടെ നിലപാടിനെ തള്ളാനുള്ള ഒരുക്കത്തിലാണ് ശശീന്ദ്രൻ അനുകൂലികൾ. PC ചാക്കോ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ 6 പേർക്കെതിരെയുള്ള നടപടി പിൻവലിക്കണമെന്ന് ശശീന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ കുടുംബത്തിലെ ചിലരുമായുള്ള സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തോമസ് കെ തോമസ് പറഞ്ഞു. മന്ത്രിയാകാതിരിക്കാൻ ചിലർ കെട്ടിച്ചമയ്ക്കുന്ന കള്ളക്കഥകളാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മുംബൈയിലുള്ള PC ചാക്കോ അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാറിനെ കണ്ട് തിരിച്ചെത്തിയ ശേഷം കടുത്ത നടപടിയെടുക്കുമെന്നാണ് സൂചന. 14-ന് PC ചാക്കോ ജില്ലാ പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. NCPയിലെ മന്ത്രിതർക്കം നിലവിലെ സാഹചര്യത്തിൽ LDFന് തലവേദനയായിട്ടുണ്ട്. ADGPക്കെതിരെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയാൽ നടപടി ഉണ്ടാകും. LDF കൺവീനർ. ADGPക്കെതിരായ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയാൽ മുൻവിധിയില്ലാതെ നടപടി ഉണ്ടാകുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മതനിരപേക്ഷ നിലപാടാണ് മുന്നണിക്ക്. ശരിയുടെ പക്ഷത്താണ് ഗവൺമെന്റ്. തെറ്റ് ചെയ്താൽ നടപടി ഉണ്ടാകുമെന്നും വർഗീയ നിലപാടുകൾക്ക് വേണ്ടി നടക്കുന്ന ശ്രമങ്ങളെ ഇടതുമുന്നണിയെന്നും എതിർത്തിട്ടുണ്ടെന്ന് TP രാമകൃഷ്ണൻ വ്യക്തമാക്കി. അൻവറിന്റെ നിലപാട് ഇടതുമുന്നണിയെ ബാധിക്കില്ല. വർഗീയ നിലപാടുകൾക്കായി ലീഗ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. G സുധാകരന്റെ പ്രസ്താവനയിൽ പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. NCPയിലെ പ്രശ്നം പരിഹരിക്കേണ്ടത് NCPയാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം മുഖ്യമന്ത്രി അവരെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രിമാറ്റം ഇടതുമുന്നണിയുടെ മുന്നിൽ ചർച്ചയായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. 3 മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഇടതുമുന്നണി നല്ല നിലയിൽ നേരിടും. ഇക്കാര്യങ്ങൾ സംഘടനാപരമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. താൻ രൂപീകരിക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സാമൂഹിക കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും PV അൻവർ. താൻ രൂപീകരിക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സാമൂഹിക കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും PV അൻവർ MLA. രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാൻ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്നും അൻവർ പറഞ്ഞു. ചെന്നൈയിൽ പോയത് രാഷ്ട്രീയ മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നുവെന്നും ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഏറ്റവും വിശ്വസിക്കാൻ കഴിയുന്ന ലീഡറാണ് DMK നേതാവ് MK സ്റ്റാലിനെന്നും അൻവർ പറഞ്ഞു. മതേതര പോരാട്ടത്തിന് ഒരുങ്ങുമ്പോൾ അത്തരം ആളുകളുടെ അനുഗ്രഹം ആവശ്യമാണ്. തമിഴ്നാട്ടിൽ സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് DMK എന്നും അൻവർ പറഞ്ഞു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചേക്കും. കരുവന്നൂർ ബാങ്ക് പണമിടപാട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന CPM നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലറുമായ PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ ഈ മാസം കോടതി പരിഗണിച്ചേക്കും. കേസുമായി ബന്ധപ്പെട്ട് 1 വർഷത്തിലേറെ കാലമായി അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചു വരികയാണ്. 2023 സെപ്റ്റംബർ 26-നാണ് PR അരവിന്ദാക്ഷനെ ED അറസ്റ്റ് ചെയ്തത്. പാർലിക്കാടുള്ള വീട്ടിൽ വെച്ചാണ് അറസ്റ്റ് നടന്നത്. കേസിലെ മുഖ്യപ്രതി സതീശനുമായി PR അരവിന്ദാക്ഷന് പങ്കുള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തത്. കരുവന്നൂർ ബാങ്കിൽ 50 ലക്ഷം രൂപ PR അരവിന്ദാക്ഷന് സ്ഥിരം നിക്ഷേപമുള്ളതായി ED കണ്ടെത്തിയിരുന്നു. അറസ്റ്റ് ചെയ്യുന്നതിന് 7 ദിവസം മുമ്പ് അരവിന്ദാക്ഷനെ ED ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ ED മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി. അരവിന്ദാക്ഷൻ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ജയിലിൽ കഴിയുന്ന PR അരവിന്ദാക്ഷൻ താൻ ബലിയാടായതാണെന്ന് കോടതിയിൽ മൊഴി നൽകിയിരുന്നു. കടുത്ത ആരോഗ്യ പ്രശ്നം നേരിടുന്ന PR അരവിന്ദാക്ഷൻ ജൂൺ 23-ന് നടന്ന മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു. കോടതിയിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് അരവിന്ദാക്ഷൻ വിവാഹത്തിൽ പങ്കെടുത്തത്. ഈ മാസം കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതോടെ ഉപാധികളോടെ അരവിന്ദാക്ഷന് ജാമ്യം ലഭിക്കുമെന്നാണ് സൂചന. വടക്കാഞ്ചേരി നഗരസഭയിലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് PR അരവിന്ദാക്ഷൻ. സ്വർണ്ണക്കടത്തിൽ മതപണ്ഡിതർ ലീഗ് വേദികളിൽ പ്രസംഗിക്കുന്നുവെന്ന ആരോപണവുമായി KT ജലീൽ. സ്വർണ്ണക്കടത്തിൽ മതപണ്ഡിതരും ഇവർ ലീഗ് വേദികളിൽ പ്രസംഗിക്കുന്നുവെന്ന ആരോപണവുമായി KT ജലീൽ MLA. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങും വഴി സ്വർണം കടത്തിയെന്ന് ജലീൽ പറയുന്നു. ആരോപണം തെറ്റെങ്കിൽ തെളിയിക്കാൻ ലീഗിനെ വെല്ലുവിളിക്കുന്നുവെന്നും ജലീൽ പറഞ്ഞു. തന്റെ ആരോപണം തെറ്റെന്ന് തെളിയിച്ചാൽ മുസ്ലിം ലീഗ് പറയുന്നത് എന്തും ചെയ്യുമെന്നും KT ജലീൽ പറഞ്ഞു. പാണക്കാട് തങ്ങൾ ഇതിനെതിരെ മതവിധി പുറപ്പെടുവിക്കുവാൻ തയ്യാറാകണം. മതവിധി പുറപ്പെടുവിക്കുവാൻ കഴിയില്ലെങ്കിൽ സാദിഖ് അലി തങ്ങൾ സ്ഥാനമൊഴിയണം. സ്വർണ്ണക്കടത്ത് കേസിൽ തന്നെ വേട്ടയാടിയെന്നും ജലീൽ പറയുന്നു. അന്നൊന്നും ഈ മലപ്പുറം സ്നേഹം കണ്ടില്ലെന്നും ജലീൽ കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്.
മുസ്ലിങ്ങളെല്ലാം സ്വർണ്ണക്കള്ളക്കടത്തുകാരാണ് എന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും KT ജലീൽ കൂട്ടിച്ചേർത്തു. മന്ത്രിയായിരുന്ന സമയത്ത് വലിയ രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസും മുസ്ലിം ലീഗും അതിനെ സപ്പോർട്ട് ചെയ്തു. അന്ന് വലിയ രീതിയിലുള്ള സമരപരിപാടികൾ എനിക്കെതിരെ സംഘടിപ്പിച്ചു. അന്ന് താൻ മലപ്പുറത്തുകാരനാണ് എന്നൊരു ബോധ്യം അവർക്ക് ഇല്ലായിരുന്നു. താൻ പറഞ്ഞത് കരിപ്പൂർ കേന്ദ്രമായി കള്ളക്കടത്ത് നടത്തുന്നു. അത് പോലീസ് പിടിക്കുമ്പോൾ സ്വർണത്തിലെ തൂക്കം കുറയുന്നു. അതിന് പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. കള്ളക്കടത്തിന് പിടിക്കപ്പെട്ടത് ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽ ഉള്ളവരാണ്. അതാണ് താൻ ചൂണ്ടിക്കാണിച്ചത്. കള്ളക്കടത്തിന് പിടിക്കുമ്പോൾ പലരും പറയുന്നത് കള്ളക്കടത്ത് മതപരമായ തെറ്റല്ല എന്നാണ്. കള്ളക്കടത്തുകാരെ മാറ്റി നിർത്താൻ മുസ്ലിം ലീഗ് തയ്യാറല്ലെന്നും KT ജലീൽ പറഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ UDF സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ കടുത്ത എതിർപ്പുമായി പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ. പാലക്കാട്ടെ മണ്ണിൽ രാഹുൽ അൺഫിറ്റാണെന്നും K മുരളീധരനെ മത്സരിപ്പിക്കണമെന്നുമാണ് ആവശ്യം. രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ സംസ്ഥാന നേതൃത്വത്തെ ജില്ലാ നേതൃത്വം പ്രതിഷേധം അറിയിച്ചു. പാലക്കാട് CPM വോട്ടുകൾ ലഭിക്കുന്നയാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും നിരന്തരം CPMനെ അധിക്ഷേപിക്കുന്ന രാഹുൽ മത്സരിച്ചാൽ തിരിച്ചടിയാകുമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. വടക്കാഞ്ചേരി കൗൺസിലർ K അജിത് കുമാറിനെതിരെ പോലീസിൽ പരാതി കൊടുത്ത സെക്രട്ടറി. വടക്കാഞ്ചേരി നഗരസഭയുടെ അഴിമതിയും ദുർഭരണവും പൊതുജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിച്ച നഗരസഭ പ്രതിപക്ഷ നേതാവ് K അജിത് കുമാറിനെതിരെ പോലീസിൽ കള്ളപ്പരാതി കൊടുത്ത സെക്രട്ടറിയും ചെയർമാനും മാപ്പ് പറയണമെന്ന് എന്നാവശ്യപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഓട്ടുപാറയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പരിസരത്ത് അവസാനിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ, PJ രാജു, NR സതീശൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ്, സന്ധ്യ കൊടക്കാടത്ത്, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ്, കൗൺസിലർമാരായ KT ജോയി, ജോയിൽ മഞ്ഞില, ബിജീഷ് ഭാസ്കരൻ, ഉദയബാലൻ, പ്രകാശൻ കുന്നൂർ, രമണി പ്രേമദാസൻ, ബുഷ്റ റഷീദ്, നിജി ബാബു, നഫീസ നാസറലി, ഗോപാലകൃഷ്ണൻ, കമലം ശ്രീനിവാസൻ, കോൺഗ്രസ് നേതാക്കളായ TV സണ്ണി, KM സത്താർ, CR രാധാകൃഷ്ണൻ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, CK ഹരിദാസ്, AP ദേവസി, കുട്ടൻ മച്ചാട്, ബാബു കണ്ണനായ്ക്കൽ, KA രാജീവ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഒരിടവേള. എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി? അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്, What a surprise! ഹലോ. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, Oryx Builders. Oryx, the builders of trustworthy home spaces. Oryx Builders Private Limited, adorning lives. തിരികെ വാർത്തകളിലേക്ക്. അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ച് മനാഫ്. അർജുന്റെ കുടുംബത്തെ സന്ദർശിച്ച ലോറി ഉടമ മനാഫ് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകില്ലെന്ന് കുടുംബത്തിന് മനാഫിന്റെ ഉറപ്പ്. പരസ്പര സ്നേഹത്തോടെ മുന്നോട്ട് പോകുമെന്നും മനാഫ് പറഞ്ഞു. നേരത്തെ അർജുനെ കണ്ടെത്താൻ വേണ്ടി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയിലെ ചിലർ മുൻകൈയെടുത്താണ് ഇരുകൂട്ടരെയും തെറ്റിദ്ധാരണകൾ നീക്കാൻ ശ്രമം നടത്തിയത്. കോഴിക്കോട്ടെ അർജുന്റെ കണ്ണാടിക്കലുള്ള വീടിന്റെ സമീപത്തെ മറ്റൊരു വീട്ടിൽ വെച്ചാണ് മനാഫും അർജുന്റെ വീട്ടുകാരും പരസ്പരം കണ്ടത്. മനാഫിനെ കൂടാതെ കുടുംബാംഗങ്ങളായ മുബീർ, അൽഫ്, നിഷാം, അബ്ദുൽ വാലി, സജിദ് എന്നിവർ പങ്കെടുത്തു. അർജുന്റെ കുടുംബത്തെ പ്രതിനിധീകരിച്ച് സഹോദരി അഞ്ജു, സഹോദരൻ അഭിജിത്ത്, സഹോദരി ഭർത്താവ് ജിതിൻ, ബന്ധു ശ്രീനിഷ് എന്നിവർ പങ്കെടുത്തു. മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കയിൽ, സാമൂഹ്യ പ്രവർത്തകൻ വിനോദ് മേക്കോത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ഖാദർ കരിപ്പടി, അൽബാബു, സായി കൃഷ്ണൻ എന്നിവരാണ് മധ്യസ്ഥ ചർച്ച നടത്തിയത്. ഞങ്ങളൊരു കുടുംബമാണെന്നും ഇവരെ സംഘി അളിയ എന്ന് വിളിക്കരുതെന്നും അർജുൻ്റെ അളിയനും അനിയനും എൻ്റെ കുടുംബമാണെന്നും എൻ്റെ ഭാഗത്തു നിന്ന് എന്തേലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നതായും മനാഫ് പറഞ്ഞു. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെ നാളെ ചോദ്യം ചെയ്യും. ബലാത്സംഗ കേസിൽ പ്രതിയായ നടൻ സിദ്ദീഖിനെ തിങ്കളാഴ്ച ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിദ്ദീഖിന് നോട്ടീസ് നൽകി. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. തിരുവനന്തപുരം നാർക്കോട്ടിക് സെൽ AC-യാണ് നോട്ടീസ് നൽകിയത്. കേസിൽ സുപ്രീം കോടതി സിദ്ദീഖിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു.
രണ്ടാഴ്ചത്തേക്കാണ് സിദ്ദീഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞത്. ഇതിന് പിന്നാലെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറാണെന്ന് കാണിച്ച് സിദ്ദീഖ് SITക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. പീഡന പരാതിയിൽ തിരുവനന്തപുരം മ്യൂസിയം പോലീസാണ് സിദ്ദീഖിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. നീല തിയേറ്ററിൽ സിദ്ദീഖിന്റെ ഒരു സിനിമയുടെ പ്രിവ്യൂവിനെത്തിയപ്പോഴാണ് പരിചയപ്പെട്ടതെന്നും സിനിമാ ചർച്ചകൾക്കായി വിളിച്ചു വരുത്തിയുമാണ് ലൈംഗികമായി പീഡിപ്പിച്ചതെന്നുമാണ് യുവനടിയുടെ പരാതി. 48ാമത് വയലാർ അവാർഡ് അശോകൻ ചരുവിലിന്. 48ാമത് വയലാർ അവാർഡ് അശോകൻ ചരുവിലിന്. കാട്ടൂർ കടവ് എന്ന നോവലിലാണ് പുരസ്കാരം. സമീപകാലത്ത് പുറത്തുവന്നതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടേണ്ട നോവലാണ് കാട്ടൂർ കടവ്. കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ഉൾക്കൊള്ളുന്നതാണ് നോവലെന്നാണ് ജൂറിയുടെ വിലയിരുത്തൽ. സാഹിത്യകാരൻ ബെന്യാമിൻ, KS രവികുമാർ, ഗ്രേസി എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിശ്ചയിച്ചത്. 3ലേറെ ഗ്രന്ഥങ്ങളാണ് നാമനിർദ്ദേശപ്രകാരം ലഭിച്ചത്. ഇതിൽ നിന്നും ഓരോ പോയിന്റ് ലഭിച്ച 6 കൃതികളാണ് അന്തിമഘട്ടത്തിൽ പുരസ്കാര നിർണയത്തിനായി ജൂറിക്ക് മുമ്പാകെ വന്നത്. പാർലിക്കാട് ദേശവിളക്കിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. നടരാജഗിരി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുന്ന പാർലിക്കാട് ദേശവിളക്കിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ഇല്ലിക്കോട്ടിൽ പരമേശ്വരൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. വിളക്കാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് KT നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. നടരാജഗിരി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിളക്കാഘോഷ കമ്മിറ്റി ഭാരവാഹികളും നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു. 2024 നവംബർ 16 ശനിയാഴ്ചയാണ് ദേശവിളക്ക്. മുണ്ടത്തിക്കോട് NSS കരയോഗത്തിൽ കുടുംബസംഗമം നടന്നു. മുണ്ടത്തിക്കോട് NSS കരയോഗത്തിൽ കുടുംബസംഗമം നടന്നു. NSS ഡയറക്ടർ, ബോർഡ് മെമ്പറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P. ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം വൈസ് പ്രസിഡന്റ് M. ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A. സുധീഷ് ബാബു സ്വാഗതവും ട്രഷറർ A. സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കരയോഗത്തിലെ 80 വയസ്സ് കഴിഞ്ഞ 10 പേരെയും പഞ്ചവാദ്യ ആസ്വാദക സുവർണമുദ്ര നേടിയ ഇലത്താളം കലാകാരൻ മുണ്ടത്തിക്കോട് സന്തോഷിനെയും യൂണിയൻ സെക്രട്ടറി S. ശ്രീകുമാർ പൊന്നാട ചാർത്തി ആദരിച്ചു. കലാമത്സരങ്ങളിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനദാനം പ്രസിഡന്റ് രാജു മാരാത്ത് നിർവഹിച്ചു. വനിതാ സമാജം പ്രസിഡന്റ് ലത ജയരാജ്, സെക്രട്ടറി രാജശ്രീ സുഗുണൻ, M. സച്ചിദാനന്ദൻ, യൂണിയൻ ഇൻസ്പെക്ടർ N. രാധാകൃഷ്ണൻ, ഡിവിഷൻ കൗൺസിലർ K. ഗോപാലകൃഷ്ണൻ ആശംസകൾ നേർന്നു. അംഗങ്ങളുടെ തിരുവാതിരക്കളി പ്രേക്ഷകർക്ക് വിസ്മയ കാഴ്ചയായി. നല്ലൊരു ഓണസദ്യയോടെ സംഗമം അവസാനിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നാളെ 6 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ മഴ കനത്തേക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലയിലും വനത്തിലും കൂടുതൽ മഴ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. ADGP അജിത് കുമാറിനെതിരെ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. KT ജലീൽ നടത്തിയ മതവിധി പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി PMA സലാം. ശബരിമലയിൽ ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ലെന്ന് മന്ത്രി VN വാസവൻ. PC ചാക്കോ PV അൻവർ MLA കണ്ടത് മന്ത്രിമാറ്റത്തിൽ തടസ്സമായതായി സൂചന. ADGPക്കെതിരെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയ നടപടി ഉണ്ടാകും LDF കൺവീനർ. താൻ രൂപീകരിക്കുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഒരു സാമൂഹിക കൂട്ടായ്മയാണെന്നും രാഷ്ട്രീയ പാർട്ടിയല്ലെന്നും PV അൻവർ. കരിവന്നൂർ ബാങ്ക് തട്ടിപ്പ് PR അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചേക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.